നമസ്കാരം. എക്സിറ്റ് പോളുകൾ വലിയ ചർച്ചയാകുമ്പോൾ അവയുടെ കൃത്യതയിൽ വലിയ വ്യത്യാസം വരുന്നത് വിശ്വാസ്യതയ്ക്ക് കോട്ടം വരുത്തുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് എല്ലാ എക്സിറ്റ് പോളും BJPക്ക് 350-ലേറെ സീറ്റുകൾ പ്രവചിച്ചിരുന്നു. പക്ഷേ BJPക്ക് 240 സീറ്റും NDAയ്ക്ക് ആകെ 293 സീറ്റ് മാത്രമാണ് ലഭിച്ചത്. 100ഓളം സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കുമെന്ന് ആരും തന്നെ പ്രവചിച്ചില്ല. 2021-ലെ കേരളം, ബംഗാൾ, തമിഴ്നാട്, ആസാം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു യഥാർത്ഥ ജനവിധി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപും പിന്നീടുമായി വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളും കൃത്യമായി പ്രവചിക്കാൻ എക്സിറ്റ് പോളുകൾക്ക് കഴിഞ്ഞിരുന്നില്ല. ഇന്നലത്തെ എക്സിറ്റ് പോൾ പ്രവചനങ്ങളിലും ചില പൊതു സ്വഭാവങ്ങളുണ്ടെങ്കിലും വ്യത്യാസം പ്രകടമാണ്. അപ്പോൾ ന്യൂസ് ടൈം തുടങ്ങാം. അതിനു മുൻപ് ന്യൂസ് ടൈമിലെ പ്രധാന വാർത്തകൾ. തൃശൂർ ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി. അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായയാണ് മരിച്ചത്. ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ ചിറക്കലിൽ ടൈൽസ് കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ചിറക്കൽ മാട്ടുമൽ സ്വദേശി പൈപ്പോത്ത് നിഖിൽ ബാബുവാണ് മരിച്ചത്. MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. വിശദമായ വാർത്തകളിലേക്ക് പോകാം. തൃശൂർ ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി. അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായയാണ് മരിച്ചത്. സംശയത്തെ തുടർന്ന് ഉണ്ണിമായയെ ഭർത്താവ് ശിവപ്രസാദ് കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നാണ് വിവരം. ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൃശൂർ മാർക്കറ്റ് ഹോൾസെയിൽ പച്ചക്കറി കട നടത്തുന്നയാളാണ് ശിവപ്രസാദ്. ഉണ്ണിമായ സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. രാവിലെ ജോലിക്ക് പോകാനൊരുങ്ങിയ ഉണ്ണിമായ മുറിയിൽ പ്രവേശിച്ചപ്പോഴാണ് സംഭവ സമയം ശിവപ്രസാദിന്റെ അമ്മയും വീട്ടിലുണ്ടായിരുന്നു. ഉണ്ണിമായയെ കൊന്നുവെന്ന് ശിവപ്രസാദാണ് അമ്മയോട് പറഞ്ഞത്. തുടർന്ന് ഇവരുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഇവിടേക്ക് വരികയായിരുന്നു. സംഭവത്തിന് പിന്നിലെ കൃത്യമായ വിവരം വ്യക്തമല്ല. ഇവർക്ക് 4 വയസ്സുള്ള പെൺകുഞ്ഞുണ്ട്. ചാഴൂർ ചിറക്കലിൽ ടൈൽസ് കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ചിറക്കൽ സെന്ററിനടുത്തുള്ള കെട്ടിടത്തിൽ ടൈൽസ് വിരിക്കുന്ന പണി നടന്നുകൊണ്ടിരിക്കെയാണ് അപകടമുണ്ടായത്. ചാഴൂർ ചിറക്കൽ മാട്ടുമൽ സ്വദേശി പൈപ്പോത്ത് നിഖിൽ ബാബുവാണ് മരിച്ചത്. ഉടൻ തന്നെ ചെർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിക്കുകയായിരുന്നു. MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഹരിക്ക് വാഹനം കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യുഷിനും ആദരവ് നൽകി. വെടിക്കെട്ട് നിർമ്മാണ ജോലികൾക്കു സഹായിയായി പോകാറുള്ള മതിലകം തൃപ്പേക്കുളം സ്വദേശിയായ ഹരിയും മുണ്ടത്തിക്കോട് അപകടത്തിൽപ്പെട്ടിരുന്നു. സ്ഫോടനത്തിൽ കാലിൽ കമ്പി തുളഞ്ഞു കയറുകയും ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ പൊള്ളലേൽക്കുകയും ചെയ്ത് തൃശൂർ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരിയെ ET ടൈസൺ MLA ആ ദിവസം സന്ദർശിച്ചിരുന്നു. ഹരി പറഞ്ഞ അന്നത്തെ അനുഭവങ്ങൾ സോഷ്യൽ മീഡിയ വഴി MLA പങ്കുവയ്ക്കുകയും ചെയ്തു. ഹരി കരാറുകാരനായ സതീഷിനെ രക്ഷിക്കുകയും തന്റെ സത്യസന്ധത കൈവിടാതെ അദ്ദേഹത്തിന്റെ മാലയും ഫോണും തിരിച്ചേൽപ്പിച്ചതുമെല്ലാം മാധ്യമങ്ങളിൽ വാർത്തയായിരുന്നു. അപകടത്തിൽ ഹരിയുടെ ബൈക്കും കത്തി നശിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ MLAയുടെ ഫേസ്ബുക്ക് പേജിലൂടെ തിരിച്ചറിഞ്ഞ പ്രവാസിയായ അന്തിക്കാട് സ്വദേശി വസിഷ്ഠനാണ് ഹരിക്ക് സ്കൂട്ടർ സമ്മാനമായി നൽകിയത്. മതിലകം ഗ്രാമപഞ്ചായത്ത് പരിസരത്ത് നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA ഹരിക്ക് വാഹനം കൈമാറി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുമതി സുന്ദരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഹരിക്കും പ്രവാസി പ്രതിനിധി പ്രത്യുഷിനും ആദരവ് നൽകി. വൈസ് പ്രസിഡന്റ് PM ആൽഫ, എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR കൈലാസൻ, മതിലകം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ഹസീന റഷീദ്, PP പ്രസീത, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം PK റഫീഖ്, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷൈൻ പള്ളത്ത്, ജോസ് മഞ്ഞളി, KH യാസർ, രതി ഗോപിനാഥ്, ചിഞ്ചു അനീഷ്, RM ജലീൽ, പഞ്ചായത്ത് സെക്രട്ടറി KS രാംദാസ് ഗോപി, അമീർ എന്നിവർ സംസാരിച്ചു. ഈ വെടിക്കെട്ടപകടം നടന്ന സമയത്ത് ഞാൻ ഇത്തിരി അകലെയായിരുന്നു. അപ്പോൾ അത് അറിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം കൂടെ അതിൽ ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഹരി കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. മാത്രമല്ല അന്ന് തന്നെ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് കിട്ടിയൊരു വിവരം, അദ്ദേഹം പോരുന്ന സമയത്ത് ഈ രക്ഷപ്പെടുന്ന വേണ്ട സമയത്താണ് അതിൻ്റെ ലൈസൻസി ആയിട്ടുള്ള അതിൻ്റെ ഓണറായിട്ടുള്ള ആൾ ഈ മുഴുവൻ പൊള്ളിയിട്ട് മുഖവും അതിൻ്റെ വയറൊക്കെ തീപ്പിൽ ആന്തുന്ന സമയത്താണ് നമ്മുടെ ഹരി അദ്ദേഹത്തെ കാണുന്നത്. അങ്ങനെ അവിടെ നിന്ന് രാത്രി ഒരു കണക്കിന് കെടുത്തിയിട്ടാണ് പറ്റുന്നത്. ആ സമയമൊക്കെ നമുക്ക് ആലോചിച്ചാൽ മതിയാവും ഏതായിരിക്കും ആ സന്ദർഭം എന്നുള്ളത്. ആ പൊക്കിക്കൊണ്ടുവരുന്ന സമയത്ത് അതുപോലെ തന്നെ രക്ഷിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടാണെന്ന് പറഞ്ഞത്
പുലിക്കളിയിൽ ഏറ്റവും മിടുക്കനായിട്ടുള്ള ആൾ. അപ്പോൾ ആ വയറും ശരീരം എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ എത്രമാത്രം വലുതായി. അയാളെ പോയിക്കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എളുപ്പമുള്ള സംഗതിയല്ല. എന്നാൽ പോലും ഇവരെല്ലാവരും യോജിച്ച് അതിനൊക്കെ ഒന്ന് മുമ്പോട്ട് പോകാനുള്ള വലിയ ശ്രമം നടത്തിയാണ്. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. 30 അടിയിൽ കടലമ്മയുടെ മണൽ ശില്പമൊരുക്കി ഡാവിഞ്ചി സുരേഷ്. കുട്ടികളോടൊപ്പം കോവളം ബീച്ചിലാണ് ഡാവിഞ്ചി സുരേഷ് കടലമ്മയുടെ മണൽ ശില്പമൊരുക്കിയിരിക്കുന്നത്. തിരുവനന്തപുരം ഊരാളുങ്കൽ ക്രാഫ്റ്റ് വില്ലേജ് കുട്ടികൾക്കായി ഒരുക്കിയ 6 ദിവസത്തെ ക്യാമ്പിനിടെയാണ് ശില്പം പിറന്നത്. സഹായികളായി കലേഷ് പൊന്നപ്പൻ, രതീഷ് താടിക്കാരൻ, സേഖ് ഷാഫി എന്നിവരുമുണ്ടായിരുന്നു. ക്രാഫ്റ്റ് വില്ലേജ് സംഘടിപ്പിച്ച കലപില പ്രോഗ്രാമിൽ 3 മണിക്കൂർ കൊണ്ടാണ് 30 അടി വലിപ്പമുള്ള ശില്പം നിർമ്മിച്ചത്. CPI മാള സൗത്ത് ലോക്കൽ കമ്മിറ്റി ഐക്യ അയ്യപ്പൻ ദിനം ആചരിച്ചു. അനുസ്മരണവും പുഷ്പാർച്ചനയും വലിയപറമ്പ് അച്യുതമേനോൻ സ്മാരക മന്ദിരത്തിൽ നടന്നു. CPI സംസ്ഥാന കമ്മിറ്റി അംഗം KV വസന്തകുമാർ അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തു. സൂര്യനാട് സമരം എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ രക്തം കൊണ്ട് എഴുതി ചേർത്ത സമരങ്ങളാണ്. അതൊക്കെ അത്ര വലിയ കൊടിയ മർദ്ദനങ്ങളാണ് സൂര്യനാട് സമരത്തിലൊക്കെ ഉണ്ടായത്. ആ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിരവധി സഖാക്കൾ ജയിലിൽ പോവുകയും കൊടിയ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ഒളിവിൽ പോയ സഖാക്കളിൽ തന്നെ 2 സഖാക്കൾ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല സൂര്യനാട് സമരത്തിൽ. അവരെ രക്തസാക്ഷികളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. അത്തരം പോരാട്ടങ്ങൾ സഖാവ് ഐക്യ അയ്യപ്പനെ പോലെയുള്ള സഖാക്കളാണ് കുട്ടംകുളം സമരത്തിലും പാലിയം സത്യാഗ്രഹ സമരത്തിലൊക്കെ പങ്കെടുത്ത സഖാക്കളാണ്. ബൈജു മണ്ണതറ അധ്യക്ഷത വഹിച്ചു. സഖാവ് MR അപ്പുക്കുട്ടൻ, VS ഗോപാലകൃഷ്ണൻ, VM വത്സൻ, MK ബാബു, KK ഹഫ്സൽ, സന്തോഷ്, ശോഭ സുഭാഷ്, CP ശ്രീനിവാസൻ, സിമി ഭൂപേഷ്, അശ്വതി MS, PA വേലായുധൻ, KK സുബ്രഹ്മണ്യൻ, ഗിരിജൻ മാള, സാബു എരിമൽ, സിനി ബെന്നി വെമ്പിൽ എന്നിവർ സംസാരിച്ചു. കാപ്പ ഉത്തരവ് ലംഘിച്ച് തൃശൂർ ജില്ലയിൽ പ്രവേശിച്ച ആളൂർ മാനാട്ടുകുന്ന് സ്വദേശി പേരിപ്പറമ്പിൽ വീട്ടിൽ രതീഷ് എന്നയാളെ ആളൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. രതീഷ് ആളൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ 6 വധശ്രമ കേസിലും 5 അടിപിടി കേസിലും കാപ്പ നിയമപ്രകാരം നടപടി സ്വീകരിച്ച കേസുകളിലും ലഹരി ഉപയോഗിച്ച് വാഹനം ഓടിക്കുക, പൊതുസ്ഥലത്ത് ലഹരി ഉപയോഗിക്കുക എന്നിങ്ങനെയുള്ള 20 ക്രിമിനൽ കേസുകളിലെയും പ്രതിയാണ്. ആളൂർ പോലീസ് സ്റ്റേഷൻ SHO KV ഹരിക്കുട്ടൻ, SI മനു P ചെറിയാൻ, CPOമാരായ ആദർശ്, അരുൺ, ആദർശ് എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ആനക്കല്ലിൽ യുവതിയെ ഭർത്താവ് കൊലപ്പെടുത്തി. അവണിശ്ശേരി സ്വദേശി ഉണ്ണിമായയാണ് മരിച്ചത്. ഭർത്താവ് ശിവപ്രസാദിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചാഴൂർ ചിറക്കലിൽ ടൈൽസ് കട്ടിംഗ് മെഷീനിൽ നിന്ന് ഷോക്കേറ്റ് തൊഴിലാളി മരിച്ചു. ചിറക്കൽ മാട്ടുമൽ സ്വദേശി പൈപ്പോത്ത് നിഖിൽ ബാബുവാണ് മരിച്ചത്. MLAയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് തുണയായി. മുണ്ടത്തിക്കോട് വെടിക്കെട്ടുപുരയിലെ സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ഹരി മതിലകത്തിന് സ്കൂട്ടർ സമ്മാനിച്ച് പ്രവാസി. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.